കൊച്ചി രൂപതയും അതിൻ്റെ പൗരാണികതയും ഇവിടുത്തെ സംസ്കാരവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ കൊച്ചിയുടെ മെത്രാൻ, കൊച്ചി രൂപതയുടെ മെത്രാൻ സ്ഥാനമേൽക്കുമ്പോൾ ആ മെത്രാഭിഷേക ചടങ്ങുകൾ ചരിത്രമായും പൗരാണികതയുമായും ബന്ധപ്പെട്ട് കിടക്കുന്നതാകണം എന്നുള്ളൊരു ചിന്തയാണ് രൂപതാ സംവിധാനത്തിനുള്ളത്. ഇവിടെ എന്നോടൊപ്പം സന്നിഹിതരായിട്ടുള്ള വൈദികരെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് കൊച്ചി രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഷൈജു പരിയാട്ടുശ്ശേരി, ഫാദർ ജോണി സേവ്യർ പുതുക്കാട്ട് രൂപതയുടെ ചാൻസലർ, പ്രിൻസ് പുസ്തകാലക്കലച്ചൻ മീഡിയ കൈകാര്യം ചെയ്യുന്നു. മാധ്യമത്തിൻ്റെ നമ്മളുടെ മാധ്യമവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന പ്രിൻസ് മാളികലച്ചൻ പുറകിലുണ്ട്. പ്രസാദ് കണ്ടത്തിപ്പറമ്പിലച്ചൻ ഇതിൻ്റെ സ്റ്റേജ് സംവിധാനങ്ങളുടെയും പാർക്കിങ്ങിൻ്റെയും ഒക്കെ ചാർജുള്ള വൈദികൻ. ജീവനാഥത്തിൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ അനുഭവത്തിലൂടെ സന്നിഹിതനാണ്. എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. മാധ്യമപ്രവർത്തകരുടെ പൂർണ്ണമായ സഹകരണം ഞങ്ങൾ ഈ തരുണത്തിൽ പ്രതീക്ഷിക്കുകയാണ്. എറണാകുളം പ്രസ് ക്ലബിനെയും കൊച്ചി പ്രസ് ക്ലബിനെയും നമ്മൾ പ്രത്യേകമായി ക്ഷണിച്ചിരുന്നു. ചില അസൗകര്യങ്ങൾ, പത്രക്കാരുടെ തിരക്കുകൾ ഞങ്ങൾക്കറിയാം. ഇന്ന് കലോത്സവവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ എറണാകുളത്തുണ്ടായതുകൊണ്ടും പലർക്കും എറണാകുളത്തൊന്നും ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല. കൊച്ചിയിലെ മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെ സന്നിഹിതരാണ്. കൊച്ചി രൂപതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പരിപാടികളും അകമഴിഞ്ഞ സഹകരണം തരുന്നവരാണ് പശ്ചിമ കൊച്ചിയിലെ പത്രപ്രവർത്തകർ. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിക്കുന്നു. മെത്രാഭിഷേക ചടങ്ങുകളുടെ പൂർണ്ണമായ ജൂനിയത്തിനും പ്രിൻസസിനുമൊക്കെ നമുക്ക് നൽകും. നിങ്ങളെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ഷൈജു പരിയാട്ടുശ്ശേരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. ഏറ്റവും ബഹുമാനപ്പെട്ട രൂപത ചാൻസലറും കൊച്ചി രൂപതയുടെ പിആർഒയുമായ ബഹുമാനപ്പെട്ട ജോണി സേവ്യർ പുതുക്കാട്ട്, ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ചാലക്കര പ്രിൻസസ്, ബഹുമാനപ്പെട്ട പ്രസാദ് പോളച്ചൻ, ഏറ്റവും ബഹുമാന്യനായ മാധ്യമപ്രവർത്തകരെ, ഒത്തിരി സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഞാനായിരിക്കുന്നത്. കൊച്ചി രൂപത ആത്മീയമായ സന്തോഷത്തിലാണ്. രൂപതയ്ക്ക് ഒരു 1.5 വർഷത്തിലെ കാത്തിരിപ്പിന് ശേഷം ദൈവം ഒരു സമ്മാനമായി അദ്ദേഹത്തെ ആന്റണി കാട്ടിപ്പിതാവിനെ നൽകിയിരിക്കുന്നു. കൊച്ചി രൂപത എപ്പോഴും ദൈവത്തിൻ്റെ പരിപാലന അനുഭവിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഇടയന്മാരെ നൽകിക്കൊടുക്കുന്നു. കൊച്ചിയിലെ പാരമ്പര്യവും മഹത്വമില്ല എന്ന് പറയാൻ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഓരോ സമയങ്ങളിലും യോജിച്ച അല്ലെങ്കിൽ ദൈവത്തിന് കാലാകാലങ്ങളായി നൽകിയിരിക്കുന്നു. 36ാമത്തെ മെത്രാനാണ് നമ്മുടെ അഭിമന്യ ആന്റണി കാട്ടിപ്പിതാവ്. ദൈവം നൽകിയ ആ സ്നേഹമുള്ള ഇടയനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ രൂപത സ്വാഗതം ചെയ്യുകയാണ്, ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ്.
ഏറ്റവും സുന്ദരമാക്കാനായിട്ട് എല്ലാവരും ഒരുമിച്ച് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ക്ഷണമനുസരിച്ച് ഇവിടെ വന്ന പ്രിയപ്പെട്ട എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇനി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അപേക്ഷിതവരൊക്കെ വിശദീകരിക്കുവാനായിരിക്കും നല്ലൊരു സമയം. ഏറ്റവും സ്നേഹപ്രധാനപ്പെട്ട സ്നേഹബഹുമാനപ്പെട്ട തലക്കരച്ച സ്നേഹനിറഞ്ഞ വൈദിക സഹോദരങ്ങളെ, ഏറ്റവും പ്രിയം നിറഞ്ഞ മാധ്യമ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട മോൺസിഞ്ഞർ സൂചിപ്പിച്ചതുപോലെ പൗരാണികമായ ഒരു രൂപതയ്ക്ക് 36ാമത്തെ മെത്രാൻ ആഗതനായാണ്. കഴിഞ്ഞ 25 വർഷങ്ങൾ ഓരോ 25ാം ആണ്ടിലും കൊച്ചി രൂപതയ്ക്ക് ഒരു പുതിയ ഇടയനെ ലഭിച്ചിട്ടുണ്ട്. ആ അനുഭവത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ 50 വർഷത്തിൽ 1975 2000 ആണ്ടിലും 2025 കൃത്യമായിട്ട് ഓരോ 25ാം ആണ്ടിലും 3 പുതിയ മെത്രാന്മാരെ ലഭിച്ചു. 4 നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു ആത്മീയ ആഘോഷമാണ് കൊച്ചിക്ക്. നഗരം കിഴക്കോട്ട് വളരുമ്പോഴും ഇതിൻ്റെ നഗരത്തിൻ്റെ സ്രോതസ്, ഉറവിടം, സാംസ്കാരിക കേന്ദ്രം, തറവാട് എന്ന രീതിയിൽ കൊച്ചിയും കൊച്ചി രൂപതയും എന്നും മാനിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. പിന്നാലെ തുടങ്ങാൻ പോകുന്നു. മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കൊപ്പം ഇവിടെ ഒരാത്മീയ പുതുയുഗം കൊച്ചി രൂപതയിൽ ആരംഭിക്കാം. അഭിനന്ദ കാട്ടിപ്പറമ്പിൽ പിതാവ് ബഹുമാനപ്പെട്ട മോൺസിഞ്ഞർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ഒരാത്മീയ അനുഗ്രഹമായിട്ട് വരികയാണ്. ഡിസംബർ 7-ാം തീയതി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് സാന്താക്രൂസ് സ്ക്വയറിന്ന് ഞങ്ങളിപ്പോൾ നാമകരണം ചെയ്തിട്ടുള്ള നമ്മുടെ പരേഡ് ഗ്രൗണ്ട് ഇതിനായിട്ട് അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗ്രൗണ്ടിൽ കൊച്ചി രൂപത എന്ന രീതിയിൽ എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 15,000-ഓളം വിശ്വാസികളെയും ഇതര മതസ്ഥരായ സഹോദരങ്ങളെയുമാണ്. ഈ കർമ്മങ്ങൾക്ക്, മെത്രാഭിഷേക ആത്മീയ കർമ്മത്തിന് നേതൃത്വം കൊടുക്കുന്നത്, മുഖ്യ കാർമ്മികനാകുന്നത് കൊച്ചിയോട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗോവ അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയും കർദിനാളും, അതുപോലെ തന്നെ ഏഷ്യൻ ബിഷപ്പ് കോൺഫറൻസിൻ്റെ തലവനും ഇന്ത്യയിലെ കത്തോലിക്ക സമിതിയുടെ തലവനുമായ കർദിനാൾ ഫിലിപ്പിനെ കിഴക്കിന്ത്യയുടെ എന്നാണ് ഔദ്യോഗികമായിട്ട് ലത്തീൻ ഭാഷ പറയുന്നത്. കിഴക്കൻ ഇന്ത്യയുടെ പാത്രിയാർക്കീസായ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കൊച്ചിയോട് ഗോവയ്ക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. 1500 ഡിസംബർ 24-ാം തീയതി സാമൂതിരിയുമായി കോഴിക്കോട് തെറ്റിപ്പിരിഞ്ഞ് ഇങ്ങോട്ടെത്തിയ പെദ്രോ അൽവാരസ് കബ്രാളിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തോടൊപ്പം 4 ഫ്രാൻസിസ്കൻ വൈദികരുണ്ടായിരുന്നു. ഒരു വശത്ത് കോളനിയുടെയും വെട്ടിപ്പിടുത്തത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും കഥകൾ നടക്കുമ്പോൾ, മറുവശത്ത് ആത്മീയതയുടെ, സ്നേഹത്തിൻ്റെ, സേവനത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ ഒരു നാഴികക്കല്ല് ആ ഡിസംബർ 24 ഇവിടെ തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ 468 വർഷമായിട്ട് ഔദ്യോഗികമായിട്ട് കൊച്ചി രൂപത എന്ന രീതിയിൽ 1557 മുതൽ ഔദ്യോഗികമായിട്ട് ആ സ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, ഇതൊക്കെ 1500-ൽ ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിശ്വസിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഉറങ്ങി
ഉറങ്ങിയും ഉറങ്ങാതെയും ഇവിടെ പല സ്മാരകങ്ങളുണ്ട്, പല കേന്ദ്രങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ നെടുനായകത്തെ ഇനിയും തുടർന്നുകൊണ്ടു പോകാനാണ് പിന്നെ ആദ്യകാട്ടുപറമ്പ് പിതാവ് കടന്നു വരുന്നത്. പിതാവിൻ്റെ ഈ മിത്രാഭിഷേകത്തെ ചടങ്ങിന് സഹകാര്യരായിട്ടുള്ളത് വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത പിന്നെ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവും അതുപോലെ കൊച്ചിരൂപതയുടെ മുപ്പത്തിന്ന് അഭിനന്ദ ജോസഫ് കനിയൽ പിതാവുമാണ്. ഈ പിതാക്കന്മാരെ കൂടാതെ കേരളത്തിലെ കത്തോലിക്ക രൂപതകളിൽ നിന്നുള്ള ഏകദേശം 30ഓളം മെത്രാന്മാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. കൂടാതെ വ്യത്യസ്ത ക്രൈസ്തവ സഭാ നേതൃത്വം ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖര് ചടങ്ങുകൾക്ക് അതിഥികളായും എത്തും. സൂചിപ്പിച്ചതുപോലെ ഒരു ആത്മീയ ആഘോഷമാണ്. ആത്മീയ നിറവിൽ ഇത് നടത്തുവാൻ രൂപത മുഴുവനും ഒക്ടോബർ 25 മുതൽ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പള്ളിയിലും പ്രാർത്ഥനകളും അതിനോടനുബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു പിന്നാലെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. രൂപതയ്ക്കുള്ളത് ഏതാണ്ട് 2 ലക്ഷത്തിൽ പരം വിശ്വാസികൾ എല്ലാവരും ആത്മീയ ചടങ്ങുകൾ, ആത്മീയത നിറയുന്ന ഒന്നാണ്. ആഘോഷങ്ങളെല്ലാം ആ ഒരു രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 12ഓളം കമ്മിറ്റികളാണ് ചടങ്ങുകൾക്കായിട്ട് വിവിധ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവയെല്ലാം സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്കിപ്പോൾ കാണാവുന്ന രീതിയിൽ തന്നെ പരേഡ് ഗ്രൗണ്ടും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് മാധ്യമങ്ങൾ ആദ്യ ദിനം മുതൽ ഇന്ന് വരെ നൽകിയിട്ടുള്ള എല്ലാ സഹകരണത്തിനും നന്ദി പറയുന്നതോടൊപ്പം ഞങ്ങൾ ഉത്തരം പറയാൻ ഒരുങ്ങുകയാണ്. ഈ ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഏതാണ്ട് 170ഓളം ഗായക അടങ്ങുന്ന ഒരു സംഘമാണ് എല്ലാം ക്രമീകരിക്കുന്നത്. ചടങ്ങിനെ ഭക്തിസാന്ദ്രമാക്കും. അവരോടൊപ്പം 3 ഭാഷകളുണ്ട്. ലത്തീൻ, മലയാളം, ഇംഗ്ലീഷ്. ഈ 3 ഭാഷകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഗായകരാണ് അവരോടൊപ്പം ഉള്ളത്. എല്ലാവരെയും ഞങ്ങൾ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ചോദ്യങ്ങൾക്കായിട്ട് രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, എപ്പിസ്കോപ്പൽ കോൺസെൻട്രേഷന്റെ ആ സെറമണിയുടെ ലാംഗ്വേജ് ഫിലിപ്പേറി തെറാവോ പാർട്ട്ണറാണ് മെയിൻ കോൺസെൻട്രേറ്റ്. അപ്പോൾ ആ സെറമണീസ് ആക്ച്വലി ഏത് ഭാഷകളിലായിരുന്നു? രണ്ടാമത്തെ ചോദ്യം, ആ ക്വയറിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് തരാം. അത് എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ ചൂസ് ചെയ്തത്? പാട്ടുകൾ ഏതൊക്കെ ഭാഷകളിലായിരുന്നു? ഞങ്ങളുടെ രൂപതയ്ക്ക് സാധാരണ എല്ലാ രൂപതകൾക്കും ഒരു ലിറ്റർജിക്കൽ കമ്മീഷൻ ഉണ്ടാകും. അതിൽ ഞങ്ങൾ ഗാനരംഗത്ത് ഗാന സൂക്ഷിക്കുന്ന നേതൃത്വം നൽകാനുള്ള വൈദികരും സാധാരണമാണ്. നമ്മുടെ കൊച്ചു രൂപതയ്ക്ക് ഒരു അനുഗ്രഹമുള്ളത്, ഈ രംഗത്ത് മികച്ച പരിചയമുള്ളവരും മികച്ച നിലവാരം പുലർത്തുന്നതുമായ 2 വൈദികരും പ്രധാനപ്പെട്ട അതുപോലെ തന്നെ നമ്മുടെ റിയാലിറ്റി പ്രശസ്തനായ ഫാദർ ബിപിൻ ജോർജ് എന്നറിയപ്പെടുന്നതാണ് നടത്തുന്നത്. നമ്മുടെ ചടങ്ങുകൾക്ക് ലത്തീൻ ഭാഷയിലെ ഗാനങ്ങളുണ്ടാവും. അതുപോലെ തന്നെ മലയാളത്തിലും ഗാനങ്ങളുണ്ടാവും. കർദിനാൾ തിരുമേനി തുടക്കം കുറിക്കുകയും അതിനിടയിൽ ചില പ്രാർത്ഥനകൾ ലത്തീനിലൊക്കെ ഉണ്ടാവും. ഗാനങ്ങൾ തീർച്ചയായിട്ടും ലത്തീനിലുണ്ട്. 170 പേരെന്ന് പറയുന്നത് ഓരോ ഇടവകയിലെയും മികച്ച നായകരെയാണ് തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണ് 170 പേര് വരുന്നത്. അത് ലത്തീൻ ഭാഷയിലെ ഗാന
ഗാനങ്ങൾ പാടി പഠിച്ചുകൊണ്ടവരും ഗായക സംഘടന നയിക്കുന്നവരുമൊക്കെ ഇതിലുണ്ട്. എല്ലാറ്റിനും ഉപരിയായി ഇതിന്റെ ഓർക്കസ്ട്രേഷൻ നടത്തുന്ന ഗ്രൂപ്പ് നഗരത്തിലെ തന്നെ പ്രമുഖ വാദ്യ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരും പരിചയസമ്പന്നരുമാണ്. നഗരത്തിലെ എല്ലാ സ്റ്റുഡിയോകളിലൊക്കെ റെക്കോർഡ് നടത്തുന്നവരെ, റെക്കോർഡിങ്ങിന് പോകുന്നവരെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കൊച്ചിക്കാരാണ്. കൊച്ചിയുടെ അവരാണ് ചടങ്ങുകളിൽ ഓർക്കസ്ട്രേഷൻ നയിക്കുന്നത്. സുപ്രസിദ്ധരാണ്. ഗാനങ്ങള്, പുതിയ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗാനങ്ങൾക്ക് പ്രശസ്തരായ ജെർസൺ ആന്റണി, ജാൻസൺ അരൂജ്, നവാഗതനായ നിക്സൺ പീറ്റർ, അതുപോലെ തന്നെ ക്രിസ്തീയ ഗാനരംഗത്ത് സുപരിചിതനായ സംഗീതവും ഓർക്കസ്ട്രേഷനും ഒക്കെ നിർവഹിച്ചിട്ടുണ്ട്. നവാഗതരുണ്ട്, ഒത്തിരി പരിചയസമ്പത്തുള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ ഗായകനില് ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് നായകനായ ശ്രീ എസ്റ്റർ, അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിപിനച്ചൻ, റിയ ദാസ് തുടങ്ങിയ നായകന്മാരാണ് ഈ ഗാനങ്ങൾ ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ഗാനങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുണ്ട്. നഗരത്തിലെയും കൊച്ചിയിലെയും വിവിധ സ്റ്റുഡിയോകളിലൊക്കെ റെക്കോർഡിങ്ങുകൾ കഴിഞ്ഞു അവസാനം ചില കാര്യങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഗാനങ്ങൾ ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്, ഇത് നിർമ്മിച്ചിട്ടുള്ളത് ബെൻസ് മ്യൂസിക് ഓവനാണ്. അത് ഈ ഭക്തിഗാന, ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് ഒരു സുപരിചിതരാണ്. ഏതാണ്ട് 200-200-നടുത്തോളം ഗാനങ്ങൾ അവർ ക്രമീകരിച്ചിട്ടുള്ളവരാണ്. കൊച്ചി സ്വദേശിയായ ശ്രീ ബെനഡിക്ട് ക്ലീറ്റസ് ആണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്നെങ്കിലും രൂപതയുടെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുന്നതാണ്. അദ്ദേഹമാണ് പുതിയ ഗാനങ്ങളിൽ ഏതാണ്ട് എല്ലാം തന്നെ നിർമ്മിച്ചത്. കൊച്ചി സ്വദേശിയാണ്, ഇപ്പോൾ വിദേശത്താണ് അദ്ദേഹം ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. ഒറ്റ ദിവസത്തെ പ്രോഗ്രാമാണ് അത്. അതിനോടനുബന്ധിച്ച് ഇതുകൊണ്ടും ഈ ബിഷപ്പിന്റെ ആരോപണം കടന്നുകൊണ്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിൽ പ്രോഗ്രാംസ് നടത്തുന്നത്. ഈ പ്രോഗ്രാം ഇതിപ്പോ 3 മണിക്ക് തുടങ്ങിയാൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ഇത് ചടങ്ങ്, പ്രധാന ചടങ്ങ് ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് തുടങ്ങുന്ന ചടങ്ങ് ഏകദേശം 3.5 മണിക്കൂറോളം നീളം ബിഷപ്പ് ഹൗസിൽ നിന്ന് ആരംഭിക്കുന്നു. പരേഡ് ഗ്രൗണ്ടിൽ, നമ്മുടെ സാന്താക്രൂസ് സ്ക്വയറിൽ അത് 3.5 മണിക്കൂറോളം മിനിമം സമയമെടുക്കാൻ സാധ്യതയുണ്ട്. അനുബന്ധ നമ്മുടെ ഓരോ ആസ്ഥാന ദേവാലയമുണ്ട്. കൊച്ചിയിലെ ആസ്ഥാന ദേവാലയം ഇപ്പോഴുള്ള സാന്താക്രൂസ് കത്തീഡ്രൽ ബസിലിക്ക, അത് കൊച്ചിയിലെ രണ്ടാമത്തെ ആസ്ഥാനം, അതായത് പണിത ചെയ്തു വെച്ചാൽ രണ്ടാമത്തെ ആസ്ഥാന ദേവാലയമാണ്. ആദ്യത്തേത് 1663 ഡച്ചുകാരാൽ നശിപ്പിക്കപ്പെട്ടു. അത് ഇന്നത്തെ നെഹ്റു പാർക്ക് ഇരിക്കുന്ന സ്ഥലത്താണ്. അതിന്റെ പൂർണ്ണ ഒരെണ്ണം നമുക്ക് കാണാം. നഗരത്തിൽ പങ്കെടുത്ത് അത്ഭുതങ്ങളുടെ അവശിഷ്ടങ്ങളെ കാണാം. ഇപ്പോൾ പുനർനിർമ്മിക്കപ്പെട്ട ദേവാലയമാണ്. അവിടെയാണ് ബിഷപ്പിന്റെ ആസ്ഥാന ദേവാലയം. അത്ര തന്നെ ഒരു കത്തീഡ്ര എന്ന് പറയും. കത്തീഡ്ര എന്ന് പറഞ്ഞാൽ കസേര ആസ്ഥാനം. ആ കസേര ദേവാലയം എന്നറിയപ്പെടുന്നത് നമ്മുടെ കൊച്ചി സാന്താക്രൂസ് നമ്മൾ കാണുന്ന ബസിലിക്കയാണ്. അവിടെ 8-ാം തീയതി 10:30 മണിക്ക് ഔദ്യോഗിക നിയമപ്രകാരമുള്ള ഒരു കുർബാനയോട് കൂടിയാണ് പ്രാർത്ഥന, ചുമതലകൾ ഏറ്റെടുക്കുന്ന ചടങ്ങുകൾ പൂർത്തിയാകും. അതായത് ഡിസംബർ 8 രാവിലെ 10:30 മണിക്ക് ബഹുമാനപ്പെട്ട അഭിമന്യ ആത്മീയങ്ങളുടെ പ്രമുഖനാവ് ഔദ്യോഗികമായിട്ട് മുഴുവൻ ചുമതലകളും കൊച്ചിയുടെ സ്ഥാനമായിട്ട്, കൂടാതെ ഇടവകളിലെ കാര്യങ്ങൾ
വരാതെ വേണ്ടിയിട്ടാണ് ഇന്നാണ് അത് നടക്കുന്നത്. ഇന്നെല്ലാ ഇടവകളിലും സായാഹ്ന ആരാധന 1 മണിക്കൂറാണ് പറഞ്ഞിരുന്നത്. പ്രത്യേകമായി പ്രാർത്ഥന എന്ന രീതിയിൽ എല്ലാവരും ഒരുങ്ങുന്നത് വ്യക്തിപരമായിട്ടുണ്ട്. ഒരു സഭാ സമൂഹം അല്ലെങ്കിൽ ഇടവകയിലേക്ക് ഇന്ന് വൈകുന്നേരം 1 മണിക്കാണ് നടത്തപ്പെടുന്നത്. ചില പള്ളികൾ അവരുടെ മറ്റ് പ്രോഗ്രാമുകളുള്ള സൗകര്യങ്ങളായതുകൊണ്ട് മറ്റ് സമയങ്ങളിൽ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. എന്നാലും എല്ലാ ഇടവകളിലും നടത്തപ്പെടുന്നു. കൂടാതെ എല്ലാ ഇടവകളിലുമുള്ള പങ്കാളിത്തം നാം ഉറപ്പാക്കിയിട്ടുണ്ട്. എല്ലാവരും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാതെ ഇടവകയിൽ നിന്നുള്ള തീർച്ചയായിട്ടും ഈ പരിപാടിക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അങ്ങനെ പലവിധ രൂപത്തിൽ ഇടവകളിൽ നിന്നുള്ള ആളുകൾ ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഏകദേശം ഈ പരിപാടി നടത്താൻ വേണ്ടി 1500ഓളം നമ്മൾ കണ്ടിട്ടുള്ള വോളണ്ടിയേഴ്സ് ഉണ്ട്, അച്ഛനും ഉൾപ്പെടെ. ഇതെല്ലാം വിവിധങ്ങളായിട്ടുള്ള ഇടവകളിൽ നിന്ന്. ഇത് കൂടാതെ തന്നെ ഇടവകളിൽ ഈ പരിപാടിക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് പ്രത്യേകമായിട്ട് ഇടവകളിൽ നടത്തപ്പെടുന്നത്. സൂചിപ്പിക്കാൻ വിട്ടുള്ള ഒരു കാര്യം, ഈ ചടങ്ങുകൾക്ക് പിതാവിന്റെ സഹപാഠികളായിരുന്ന 2 മെത്രാന്മാരും 25ഓളം വിവിധ രൂപതകളിലെ വൈദികരും കേരളത്തിലെ വിവിധ രൂപതകളിലെ 300 വൈദികരും കൂടി സന്നിഹിതരായിരിക്കും നമ്മൾ പ്രധാനമായിട്ട്. പിതാവിന്റെ സഹപാഠികളായിരുന്ന മെത്രാന്മാര്, ഒന്നാമത്തെ ആള് തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്തയും ഇപ്പോഴത്തെ എറണാകുളം അതിരൂപതയുടെ ചുമതലയുള്ള ജോസഫ് പാമ്പ്ലാനി, അദ്ദേഹമാണ് അനുഗ്രഹ പ്രഭാഷണ ഈ ചടങ്ങുകൾക്ക് നടത്തുന്നത്. ചടങ്ങുകൾക്ക് സ്വാഗതം ഓതുന്നത് കൊച്ചിരൂപതയുടെ ഇപ്പോഴത്തെ പിന്നെ ജെയിംസ് അനാപുരപ്പിതാവാണ്. ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്ന ഔദ്യോഗിക ചടങ്ങത്തിൽ പ്രവർത്തിക്കും. രണ്ടാമത്തെ സഹപാഠി വിജയപുരം രൂപതയുടെ സഹായമെത്ര പിന്നെ ജസ്റ്റിൻ മടത്തുപ്രവർത്തനാണ്. 3 പേരും 3 വർഷത്തോളം ഒരുമിച്ച് ആലുവ പൊതുവിദ്യാഭ്യാസ സെമിനാരിയിൽ ഫിലോസഫി പഠനം പൂർത്തിയാക്കുകയും ഗാന്ധി സർവകലാശാലയിൽ നിന്ന് ഫിലോസഫിയിൽ BA ബിരുദം പൂർത്തിയാക്കിയവർ. കൂടാതെ റോമിൽ നിന്നുള്ള അഫിലിയേഷനുകളിൽ ബാച്ചലർ ഓഫ് ഫിലോസഫി എന്ന ഡിഗ്രിയും ഒന്നിച്ച് പൂർത്തിയാക്കിയത്. ചടങ്ങുകളുടെ പന്തലിനെ കുറിച്ച് സ്ക്വയർ ഫീറ്റുള്ള പന്തലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. 60-60ന്റെ 3 സ്റ്റേറ്റുകൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. 20 സെക്ടറിലായിട്ട് നമ്മൾ 12,000 അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇതിനു വേണ്ടിയിട്ടുള്ള ഈ ടോയ്ലറ്റുകൾ 24 ഈ ടോയ്ലറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ കാരവൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഇവിടെ വരുന്ന എല്ലാവർക്കും ചടങ്ങിലും സമാധാനത്തോടെ നിന്ന് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇതിനകം തന്നെ നാം ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ സപ്പോർട്ട് നമ്മുടെ രൂപതയുടെ തന്നെ ആതുര ശുശ്രൂഷ നടത്തുന്ന ഫാത്തിമ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. എന്തോളം ആംബുലൻസുകളുടെ സൗകര്യം ഉണ്ടാവും. ബാക്കി എന്തെങ്കിലും അതിനോടനുബന്ധിച്ച് കാര്യങ്ങൾ ശുശ്രൂഷ കൊടുക്കേണ്ടി വരുന്ന
ഉണ്ടാവില്ല എന്നുള്ള എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ പങ്കെടുക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഫാത്തിമ ഹൗസിലെ ടീം അവിടെ VIPമാര് നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തോന്നുന്നു. VIPമാര് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയെയും പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമുക്കൊരു സർപ്രൈസ് ആയിട്ട് കിടക്കുന്നത് ഒരാളുടെ സന്തോഷത്തോടെ വരാം അത് നമ്മുടെ രൂപതാംഗങ്ങളായിട്ടുള്ളത് ഒരു സർപ്രൈസ് ഇവിടുത്തെ പല സുഹൃത്ത സംബന്ധിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സുഹൃത്തുക്കളിലൂടെ അതുപോലെ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ ജില്ലയുടെ തന്നെ ഉത്തരവാദിത്തമുള്ള ശ്രീ സ്നേഹിതനായിരിക്കണമെന്നുള്ള ഉറപ്പ് പിന്നെയും പലരും ആ സാഹചര്യം വരാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞ വ്യക്തികളും എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും ഉറപ്പായിട്ട് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൊച്ചിയിലൂടെ ആഗോള കത്തോലിക്ക സഭ കാണുന്നത് ഭാരതത്തിലെ കത്തോലിക്ക സഭയുടെ ഇന്ത്യ അഥവാ വെള്ളപ്പെടും കാത്തലിസം ഇന്ത്യ എന്ന് പറയുന്നത് കുറിച്ച് ഇവിടെ നിശ്ചയമായിട്ടാണ് പരിഗണിക്കുന്നത്. ഗോവ ഇത്രയും തിളങ്ങി നിൽപ്പുണ്ട് എന്നുള്ള കാര്യം വെച്ചിട്ടല്ല പറയുന്നത്. 1500 തൊട്ട് 1530 വരെ ഗോവയ്ക്ക് മുന്നേ കൊച്ചിയായിരുന്നു ബ്രിട്ടീഷുകാരുടെ തലസ്ഥാനം. തീർച്ചയായിട്ടും ഇത് കോളനിവൽക്കരണത്തെയോ മറ്റും മതവൽക്കരിക്കുന്നതല്ല, മതവൽക്കരിക്കാൻ വേണ്ടി പറയുകയാണ്. ഞങ്ങൾ കാണുന്നത് ആ സമയത്ത് ഒരു വശത്തിലൂടെ പോലെ യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളും നടക്കുമ്പോഴും മറുവശത്ത് ആർക്കും ചിന്തിക്കാൻ പറ്റിയ ഒരു കുറ്റരോഗ ആശുപത്രി നമ്മുടെ കൽവത്തിന്റെ കാലത്തെ സമീപത്ത് ക്രിസ്ത്യൻ ചൈതന്യത്തോടുകൂടി ഉണ്ടായിരുന്നു. ആർക്കും ചിന്തിക്കാൻ പറ്റും ഇവിടെ ഒരു സ്കൂള് ഉണ്ടായിരുന്നു. സ്കോള എന്ന് പറഞ്ഞ സ്കൂൾ ഇവിടെ ഉണ്ടായിരുന്നു. ആർക്കും ചിന്തിക്കാൻ പറ്റും ഡച്ചുകാർ കീഴടക്കിയപ്പോൾ നശിപ്പിക്കപ്പെട്ട ലൈബ്രറിയിലെ പുസ്തകങ്ങൾ എത്തുകയാണ്. 3 ദിവസം 3 പകലും 3 രാവും അതിന്റെ ഒരു പിന്നാമ്പുറമായിട്ട് ചെയ്ത പ്രാർത്ഥനയാണ് ഓർത്തഡോക്സ് മതകാരി എന്നാണ് പറയുന്നത്. അത്രയും പുസ്തകങ്ങൾ നശിപ്പിച്ചപ്പോൾ അന്താരാഷ്ട്ര തലത്തില് ഡച്ച് രാജ്യത്തിന് നെതർലൻഡ്സിനെതിരെ വളരെ വിമർശനമുയർന്നു. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ശേഖരണമായിരുന്നു എന്നുള്ളത്. അത് നശിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് അവർക്കെതിരെയുള്ള വിമർശനത്തിന് പറ്റാത്തതിനെ കൂടിയാണ് ഓർത്തഡോക്സ് മതകാരി ഇന്ന് നിങ്ങൾ കാണുന്ന മെത്രാസന മന്ദിരം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിർമ്മിച്ചിട്ടുള്ളതും ഇന്നും ഇന്നും പ്രവർത്തനമായ ഒരേ ഒരു ഓഫീസാണ് ഉള്ളതായിട്ടുണ്ട്. ആദ്യകാലത്ത് പോർച്ചുഗീസുകാരുടെ ഗവർണറുടെ വസതിയായിരുന്നു. പിന്നീട് നെതർലൻഡിന്റെ ഡച്ചുകാരുടെ ഗവർണറുടെ വസതിയായിരുന്നു. പിന്നീട് കൊച്ചിയിലെ മെത്രാന്മാര് അത് വാങ്ങി സൂക്ഷിക്കുകയായിരുന്നു. ശിവകാരിക്കാനും കൈമോശപ്പെട്ട് വെറും പ്രൈവറ്റ് വസ്തുവായിട്ട് മാറാണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ആദ്യകാലം മുതൽ തന്നെ ഒരു ആത്മീയ സാന്നിധ്യം ഈ ഭവനത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. കൊച്ചിയിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മെത്രാന്മാരുള്ള ഒരു ഗവൺമെന്റ് 36 മെത്രാന്മാര്
അപ്പോൾ ആദ്യത്തെ രൂപതയാണെങ്കിൽ 36 മെത്രാന്മാരുമായി മുന്നിലേക്ക് വന്നു. ഞായറാഴ്ച പരിപാടികളുണ്ട്. നടക്കുന്ന പരിപാടികളിൽ ഏകദേശം നിങ്ങൾക്ക് ക്ഷണക്കത്തിലുണ്ട്. അതില് പറയുന്നത് ക്ഷണക്കത്തിന്റെ അകത്തുണ്ട് രൂപത മുഴുവനായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ് കണക്കാക്കുന്നത്. അതിന്റെ ഒരു മലയാളത്തിൽ കുറച്ചുകൂടി വിശദീകരിച്ച് കാണാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. 2:30 വിശുദ്ധമാരെ എല്ലാവരെയും ഗ്രാമത്തിലേക്ക് എല്ലാവരും താമസിക്കുന്നത്. ഇവിടെ നിന്ന് 2:30 വിശിഷ്ടാതിഥികൾ പ്രാർത്ഥനയിലേക്ക് വരികയും അവരെ ഔദ്യോഗികമായിട്ട് രൂപത്തിൽ സ്വീകരിക്കുകയും 2:15 വരികയും അവരെ രൂപത ഔദ്യോഗികമായിട്ട് സ്വീകരിക്കുകയും 2:30 അവര് ചടങ്ങുകൾ നടക്കുന്ന സ്ക്വയറിലേക്ക് ഒരു വാഹനത്തിൽ കടന്നു പോകും. അവർക്ക് അകമ്പടിയായിട്ട് നമ്മുടേതായ രീതിയിൽ ഭംഗിയായിട്ടുള്ള അങ്ങേയറ്റം കൊണ്ടുവരുന്ന അകമ്പടി വാഹനങ്ങൾ ഉണ്ടാവും. അതിനെ തുടർന്ന് കൊച്ചി രൂപതയിലെ മുൻപ് രൂപതയുടെ അടയാളമാണ്. അവർക്ക് ഏറ്റവും വലിയ അടയാളമാണ് അവരുടെ ദർശനം. 51 രൂപതകളിലേക്ക് ദർശനം. ആ കൊച്ചിയിലെ തിരുവച്ചോറാണ് കൊച്ചിയിലെ കത്തോലിക്കരുടെ ആ പാരമ്പര്യത്തിലുള്ള വസ്ത്രധാരണ സാധാരണ പുരുഷന്മാരും സ്ത്രീകളും ഔദ്യോഗിക പതാകകൾ വഹിച്ച് പുരുഷന്മാരുണ്ടാവും. അതിനെ തുടർന്ന് ഏപ്രിൽ 6 രൂപതയുടെ പതാക, 6 ഫറോണയുടെ പതാക, അതിന് പിന്നിലായിരിക്കും ഔദ്യോഗിക പ്രസിദ്ധീകരിലേക്ക് വരിക. അദ്ദേഹത്തിന് പിന്നാലെ 300ഓളം വൈദികര് ഔദ്യോഗിക ദിവസങ്ങളാണ് തിരിച്ചടങ്ങൾക്ക് വേണ്ടിയുള്ള പുരുഷന്മാർ നടക്കുന്നത്. അവരേതാണ്ട് ഒരു 8 മിനിറ്റ് എടുത്ത് സ്ക്വയറിന്റെ മുന്നിലെത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ അവശേഷിക്കുന്ന കുടുംബങ്ങളുടെ ഒരു ഭാഗമാണ്. അവിടെ അദ്ദേഹം പുഷ്പാർച്ചന നടത്തും. ആ പുഷ്പാർച്ചനയുടെ ശേഷം അദ്ദേഹം മുന്നോട്ട് നീങ്ങുമ്പോൾ മറ്റ് മുന്നേ പോകുന്ന ബിഷപ്പുമാരും ദിവസം പറഞ്ഞ് ഈ വൈദികരുടെ ഒപ്പം ചേരുകയും ദിവസം പറഞ്ഞ് പ്രതിഷ്ഠയെ പിന്തുടർന്ന് ഔദ്യോഗിക ആൾക്കാരിലേക്ക് ഏകദേശം പ്രതിഷ്ഠയുടെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കൊച്ചിനൂടെ ഉൾക്കൊള്ളുന്ന 51 പുരുഷനിറങ്ങുമ്പോൾ കൊച്ചിനൂടെ ഉൾക്കൊള്ളുന്ന വലിയൊരു സാംസ്കാരിക സന്ദേശം ഗാനരൂപത്തിലുണ്ടാവും. അത് തീരുമ്പോഴായിരിക്കും പുരുഷാർത്ഥന ആദ്യത്തെ അദ്ദേഹത്തിന്റെ നടത്തുക. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഗാനത്തിന്റെ അകമ്പടിയിലായിരിക്കും ആ ഗാനത്തിലാണ് പ്രവേശനം തുടങ്ങും. പിന്നീട് കത്തുകൾ കത്തോലിക്കരുടെ ക്രിസ്ത്യാനികൾ പറയുന്ന വിശുദ്ധ കുർബാനയുടെ നമ്മള് ട്രാൻസ്പോർട്ടേഷൻ പ്രാക്ടീസ് ചെയ്തതിനുള്ള ബുദ്ധിമുട്ടുകളാണ്. ഏകദേശം 250 വോളണ്ടിയേഴ്സാണ് അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും ഓരോ ദേവാലയത്തിൽ നിന്ന് വരുന്ന പങ്കെടുക്കാൻ വരുന്ന വ്യക്തികൾ ബസ്സിൽ തന്നെ 500ഓളം കാറുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം 200 ട്രാവലേഴ്സ് മെയിനായിട്ടുള്ള അവർക്ക് കൺവയൻസ് സ്ഥലങ്ങളിലാണ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത്. 40ഓളം ബസ്സുകൾ നമ്മുടെ വെള്ളി ഗ്രൗണ്ടിൽ, 25ഓളം ബസ്സുകൾ നമ്മളുടെ വെള്ളി സ്കൂൾ ഗ്രൗണ്ടിൽ, 25ഓളം ബസ്സുകൾ കൊച്ചിയും കോളേജും ആ ഏരിയയിലാണ് നമ്മൾ പാർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാറുകൾ കൂടുതലും സാന്റാക്ലോസ്
രണ്ട് സ്പെസിഫിക് കമ്പൗണ്ടിലും അതുപോലെ തന്നെ കുത്തുമങ്കോ ഗവൺമെന്റുകൾ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഡെൽറ്റ സ്റ്റഡീസിന്റെ ഗ്രൗണ്ട് ഇതൊക്കെയാണ് കാറുകളും ക്വാർട്ടറുകളും പാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഏകദേശം 32 പോക്കറ്റ്സുകളാണ് ട്രാഫിക്കിന് വേണ്ടി സ്പോട്ട് ചെയ്തിരിക്കുന്നത്. വരുന്ന യാത്രകളെല്ലാം വൺ വേ വഴിയായിരിക്കും അറേഞ്ച് ചെയ്യുക. ദ്രോണാചാര്യ വഴി ബസ്സുകൾ വന്ന് ഞാനിപ്പറമ്പില് ഇറക്കി ബസ്സുകൾ ആൾക്ക് വേണ്ട സ്ഥലത്തേക്ക് പോകും. പരിപാടി കഴിഞ്ഞ് വരുമ്പോഴും ഇതുപോലെ തന്നെ വൺ വേ ആണ് നമ്മൾ ബസ്സുകൾ വന്ന് അവരെ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലാണ് ക്രമീകരിച്ചത്. മറ്റ് വോളണ്ടിയേഴ്സിന്റെ സെക്ടർ 20 സെക്ടറുകൾ പറഞ്ഞു. അവിടെ ഏകദേശം ഒരു സെക്ടറിൽ 500ഓളം പേരാണ് സെറ്റ് ചെയ്യാനുള്ളത്. 20ഓളം വോളണ്ടിയേഴ്സ് ഓരോ സെക്ടറിലും വേണ്ടത് എല്ലാവരുടെ ക്രമീകരണങ്ങളും നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടി ക്രമീകരിക്കുക. നമ്മുടെ ട്രാഫിക് അധികൃതര് എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരുടെ ട്രാഫിക് വിങ്ങും ട്രാഫിക് പോലീസ് അങ്ങനെ സഹകരണം തുടങ്ങിയ കാര്യങ്ങളും നിർദ്ദേശങ്ങളും വരികയാണ്. ഈ പറഞ്ഞ വോളണ്ടിയേഴ്സിന് ഒരു പ്രത്യേക കോച്ചിങ് പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും ഈ ഒരു കാര്യങ്ങൾ എവിടെ പാർക്കിങ് എങ്ങനെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളത് എല്ലാവരുടെ ഫോണിലും എത്തുന്ന രീതിയിൽ ഒരു പ്രത്യേക സംവിധാനം പ്രധാനപ്പെട്ട മീഡിയയെ ആപ്ലിക്കേഷനെ കുറിച്ച് എല്ലാ അപ്ഡേറ്റ്സും അതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഡൗൺലോഡിങ്ങിന്റെ ആവശ്യമില്ല. സിംഗിൾ ക്ലിക്ക് ഉത്തരം കിട്ടുന്നതാണ്. അപ്പൊ തന്നെ ഇതിനെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അവർക്കെന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ലഭിക്കുന്നതാണ്. അതിന് നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്, ആരെല്ലാമാണ് പദ്ധതികൾ, അവരുടെ ഡീറ്റെയിൽസ്, അഭയനവിതാന ഷോർട്ട് ടൈം ഡീറ്റെയിൽസ്, റൂമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഓരോ കമ്മിറ്റി അംഗങ്ങളുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ആകാം, അക്കോമഡേഷന്റെ ആകാം, മീഡിയ ആകാം, മെഡിക്കൽ ആകാം, എല്ലാ എട്ട് ഇൻചാർജിന്റെ ഡീറ്റെയിൽസും ഇൻക്ലൂഡിംഗ് ഫോൺ നമ്പേഴ്സ് അതിന് ലഭ്യമാണ്. അത് ഒരുപക്ഷെ അതിനെ കുറച്ച് സമയത്തിനുള്ളിൽ ലഭിക്കുന്നതാണ്. അതിന്റെ കൗണ്ട് ഡൗൺ ഉൾപ്പെടെ ഇപ്പൊ നോക്കിയാൽ നമുക്കിനി ഏകദേശം 8 ദിവസവും 2 മണിക്കൂർ 36 മിനിറ്റും ഇപ്പോൾ പറയുന്ന 40 സെക്കൻഡുകൾ ബാക്കി അത്രയും കൗണ്ട് ഡൗൺസിലൂടെ അപ്ഡേറ്റാണ്. അതിന്റെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എവിടെയെല്ലാം ഉണ്ടെന്നും റൂട്ടുകളിലെ പാർക്കിംഗ് എവിടെ ഉണ്ടെന്നുള്ളത് എല്ലാം അതിൽ ക്രമീകരിക്കപ്പെടുന്നുണ്ട്, ക്രമീകരിച്ചിട്ടുണ്ട്. 2 ഭാഷയിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇംഗ്ലീഷിലും മലയാളത്തിലും അത് ലഭ്യമാണ്. കൂടുതൽ ഡൗൺലോഡ് ഓപ്ഷൻസിലേക്ക് ഒന്നും പോകേണ്ട. സിംഗിൾ ക്ലിക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഓപ്പൺ ഓർഗനൈസിന്റെ അപ്ഡേറ്റ്സ് അന്ന് വരെ ലഭിക്കുന്നതാണ്. രണ്ടാമത് ലൈവായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാധ്യമങ്ങളുടെ ഇൻഫോർമേഷൻസും അതിന് ലൈവ് ടെലികാസ്റ്റിംഗിന്റെ ലിങ്കുകളും അതിലൂടെ തന്നെ ലഭ്യമാണ്. സാധാരണക്കാർക്കും അത് എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് ക്രമീകരിക്കപ്പെടുന്നത്. മറ്റൊരു ചോദ്യം വരുന്നത് പിതാവിന്റെ വ്യത്യസ്തങ്ങളായ ഫോട്ടോസ് ആവശ്യമെന്ന് പല മാധ്യമങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതും അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിന് ഗൂഗിൾ ഡ്രൈവ് ഉണ്ടാവും. അതിന് അന്നത്തെ ചടങ്ങ് ഉൾപ്പെടെയുള്ള ഫോട്ടോസ് ലൈവായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കും. ഷോർട്ട് വീഡിയോസ് നിങ്ങൾ നൽകിയ നിങ്ങളുടെ വാർത്തകളിലെ ലിങ്കുകൾ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ മീഡിയയുടെ അപ്ഡേറ്റ്സ്. മറ്റ് മാധ്യമങ്ങളോട് നൽകുന്നത് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നിലൂടെ ഒഫീഷ്യൽ അറിയിപ്പുകൾ, അതിൻ്റെതായ ഷോർട്ട് വീഡിയോസ്, പ്രൊമോസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 16 എപ്പിസോഡ് അടങ്ങിയിരിക്കുന്ന പിതാവിനെ കുറിച്ചുള്ള പിതാവ് സേവനം ചെയ്ത ആളുകളുടെ മനുഷ്യന്റെ ഹൃദയസ്പന്ദനമായ വാക്കുകൾ അത് ഒരു ഷോർട്ട് ക്ലിപ്പായിട്ടാണ് 16 എപ്പിസോഡുകൾ നൽകപ്പെടുന്നത്. പ്രൊമോ വീഡിയോ ഉൾപ്പെടെ എല്ലാം അത് നൽകുന്നുണ്ട്. അന്നത്തെ ലൈവ് ടെലികാസ്റ്റിംഗും രൂപതയുടെ നേതൃത്വത്തിൽ നൽകപ്പെടുന്നു. അതിൽ ലിങ്കും മറ്റെല്ലാം ഈ വെബ്സൈറ്റിലൂടെ തന്നെ നിങ്ങളുടെ തലങ്ങളിലേക്ക് എത്തുന്നതായിട്ടും കേരള
സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ അപ്പുറം കേരള സഭയെയും ഭാരതസഭയെയും സംബന്ധിച്ച് ഒത്തിരി സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 7-ാം തീയതിയെ സ്വപ്നം കണ്ടാണ് ഞങ്ങളെല്ലാവരും ഉറങ്ങുന്നതും എണീക്കുന്നതും. കാരണം ഞങ്ങളുടെ പ്രിയമുള്ള പിതാവിന്റെ മെത്രാഭിഷേകമാണ്. കാരണം ഞങ്ങള് ഇപ്പോൾ ഇതിന് ഈ ഇരിക്കുന്നവരെ ആരും പഴയ പിതാക്കന്മാരുടെ മെത്രത്തിടങ്ങ് കണ്ടിട്ടില്ല. ഞങ്ങള് ആരും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ശേഷം പിന്നെ ഒരു പിതാവിൻ്റെത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ അച്ഛൻ വന്ന് കണ്ടു. പിന്നെ അച്ഛന്മാരായിട്ടില്ല പഠിക്കുന്നവരെ. ഞങ്ങൾ അടുത്ത പിതാവിന് എന്തോ ഒരു പോയിന്റ് ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യൂണിറ്റ് 25 വർഷങ്ങൾക്ക് അപ്പുറമാണ് ഈ ഒരു സുന്ദരമായ ചടങ്ങ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് ഉൾക്കൊണ്ടേന്നല്ല, ഏറ്റവും മനോഹരമാക്കാൻ സാധിക്കട്ടെ എന്നൊരു പ്രാർത്ഥന ഞങ്ങൾക്ക്. അതുകൊണ്ട് എല്ലാം നന്നായി പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഈ തെരഞ്ഞെടുക്കുന്ന പ്രയത്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഏറ്റവും മനോഹരമാക്കുന്നതിന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ് മാധ്യമപ്രവർത്തകരായിരിക്കില്ല. കാരണം നിങ്ങളിടുന്ന ഒരു നോട്ട്, ഒരു വാക്ക്, ഒരു പിക്ചർ, അത് കൊച്ചിയിലുപതയ്ക്കാണ് യശസ് നൽകുന്നത്. അപ്പൊ ഇന്ന് ഈ ഒരു സമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടുമ്പോൾ ഞങ്ങൾ എപ്പോൾ കൂടി പേരെ പ്രതീക്ഷിച്ചു. പക്ഷേ ഈ പത്രമാധ്യമങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര മണിക്ക് വേണ്ടി വരും. കാരണം അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഓൺ ടൈമിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് അല്ല എന്നുള്ളത് നിങ്ങളുടെ റേറ്റും അതിന്റെ രാജ്യത്തെ കൂടുന്നതാണ്. അപ്പോൾ എറണാകുളത്തെ പ്രശ്നം നടന്നുകൊണ്ട് കുറെ മാധ്യമപ്രവർത്തകരുടെ പ്രസിഡന്റിന്റെയും എറണാകുളം പ്രസിഡന്റിന്റെയും നേതൃത്വത്തിലാണ് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ പങ്കാളികളാകാൻ നല്ല മനസ്സോടും താല്പര്യത്തോടും വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, ഞാൻ ആരുടെയും പേരിട്ട് പറയുന്നില്ല, എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. ഞങ്ങളുടെ എന്തുകൊണ്ട് ആകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വലിയ സാന്നിധ്യത്തിന് ഈ രൂപതയുടെ പേരിലുള്ള എല്ലാവരും നന്ദിയും കടപ്പാടും ഞങ്ങൾക്ക് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് ക്രമീകരിച്ച് ക്രോഡീകരിച്ച ബഹുമാനപ്പെട്ട പ്രൊഫസറിനും PR ജോണിയത്തിനും മീഡിയയുടെ ഇൻചാർജിനും സ്റ്റീഫനത്തിനും സെക്രട്ടറികൾക്കും എല്ലാവർക്കും അതുപോലെ ഞങ്ങളുടെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ കൂടെ ഞങ്ങളെക്കാൾ അപ്പുറം ആഗ്രഹിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാലത്തിനും സവിശേഷമായ രീതിയിൽ നന്ദി പറഞ്ഞുകൊണ്ട്